ജപ്പാനിൽ വൻ ഭൂചലനം 7.6 തീവ്രത രേഖപ്പെടുത്തിയത്. ജപ്പാൻ തീരത്ത് സുനാമി മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. സുനാമിക്ക് സമാനമായ ഉയർന്ന തിരമാലകൾ പശ്ചിമ ജപ്പാൻ തീരത്ത് രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് എസ് രാംകുമാർ ചേരുന്നു. റാം, ഈ ഭൂചലനം 7.6 തീവ്രതയാണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ ആൾക്കാരോട് ഒഴിഞ്ഞു പോകാനൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സുനാമി മുന്നറിയിപ്പുമുണ്ടല്ലോ. തീർച്ചയായിട്ടും ക്രിസ്റ്റീന, ഇപ്പോൾ ജപ്പാനിലെ പ്രാദേശിക സമയം 4 മണിക്കും 6 മണിക്കും ഇടയിലായിട്ട് അവിടെ ഒട്ടേറെ ഭൂചലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇതിൽ പ്രാദേശിക സമയം 4:21 ഏറ്റവും തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. 7.2 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. ഈ ജപ്പാന്റെ പടിഞ്ഞാറൻ തീരത്ത് ഹൊൻഷു മേഖലയിലാണ് ഈ ഭൂചലനം, ഈ ശക്തമായ ഒരു ഭൂചലനം ഉണ്ടാകുന്നത്. അതിനെ തുടർന്ന് ഇവിടുത്തെ തുറമുഖങ്ങളിൽ വലിയ തിരമാലകൾ 1.2 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ ഉണ്ടാവുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ഒരു സുനാമി മുന്നറിയിപ്പിലേക്ക് അവിടുത്തെ ഭരണകൂടം കടക്കുകയുണ്ടായത്. ഈ പറയുന്ന നോട്ട മേഖലയിലാണ് ഇപ്പോൾ അവിടെ തീവ്ര സുനാമിക്കുള്ള ഒരു സാധ്യത കൽപ്പിച്ചിരിക്കുന്നത്. അവിടെ 5 മീറ്റർ വരെ തിരമാലകൾ ഉയരാൻ സാധ്യത ഉണ്ട് എന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതുമാത്രമല്ല, അതിനോട് ചേർന്ന് 7ഓളം സ്ഥലങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. അവിടെ 3 മീറ്റർ വരെ തിരമാലകൾ ഉയരാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഇതാണ് ഈ ഭൂകമ്പത്തിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം. അതിനോട് ചേർന്നിട്ടുള്ള 28 കിലോമീറ്റർ അകലെ, അതായത് കടലിൽ നിന്ന് ഏകദേശം 28 കിലോമീറ്റർ അകലെ 1 മീറ്ററിൽ ഉയരത്തിൽ തിരമാലകൾ ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് തത്സമയ വിവരം. അതിനുശേഷം ഇങ്ങോട്ട് കരയിലേക്ക് വരുന്തോറും ഇവിടെയെല്ലാം ഈ ഒരു മധ്യഭാഗത്തേക്ക് എത്തുമ്പോഴെല്ലാം സാധാരണ ഗതിയിലാണ് സുനാമിയുടെ ഒരു അവസ്ഥ ഇപ്പോൾ നിലവിലുള്ളത്. അതേസമയം ഈ ഏറ്റവും ശക്തമായ തിരമാലകൾ അടിച്ച ഈ ഒരു പ്രദേശത്ത് വൻ നാശനഷ്ടങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒട്ടേറെ വീടുകൾ തകരുകയും അതുപോലെ റോഡുകളെല്ലാം തകർന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ആ പ്രദേശങ്ങളിൽ ചില കാഷ്വാലിറ്റീസ് എല്ലാം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആളുകൾ ഒടിവും ചതവും ഒക്കെ ആയിട്ട് ആളുകൾ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ മരണമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ഒരു പ്രദേശത്ത്, അതായത് ഈ വടക്കൻ തീരത്തുള്ള ആളുകളോടെല്ലാം തന്നെ ഈ മേഖലയിൽ നിന്ന് മാറി താമസിക്കാൻ ഇപ്പോൾ അവിടുത്തെ ഭരണകൂടം ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടയിൽ റഷ്യയിൽ ചില സ്ഥലങ്ങളിലും ഇപ്പോൾ ഒരു സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം കൂടിയാണ് ഇപ്പോൾ വരുന്നത്. ക്രിസ്റ്റീന. ശരി, ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എസ് രാംകുമാർ. ഭൂകമ്പ ബാധിത മേഖലയിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാനുള്ള ആവശ്യപ്പെട്ടിട്ടുണ്ട് ജപ്പാൻ സർക്കാർ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.